എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നതിൽ. പ്രത്യേകിച്ച് 100ാമത്തെ എപ്പിസോഡാണ് ജീസസ് എവരിഡേ എന്ന എല്ലാ ദിവസത്തെയും പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നത്. ഇതിൻ്റെ ആരംഭം മുതൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ മുതൽ സാങ്കേതിക തടസ്സങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് വേണ്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രാർത്ഥന നിർത്താതെ 100ാമത്തെ ദിവസം വരെ എത്തിച്ച കർത്താവിന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല, എല്ലാ നാടുകളിലിരുന്ന് ജനങ്ങൾ ഈ പ്രാർത്ഥന കാണുകയും ഒരു ദിവസം ഇടാൻ വൈകിയാൽ ഉടനെ ചോദിക്കും, ഇന്നത്തെ പ്രോഗ്രാം കണ്ടില്ലല്ലോ. അങ്ങനെ കണ്ട് എല്ലാവരും തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് മുന്നോട്ട് പോകാനും കർത്താവിൻ്റെ നാമത്തിന് മഹിമയായി തീരുവാനും നിങ്ങളുടെ കൂട്ടായ കൈത്താങ്ങലും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പ്രാർത്ഥന കൂട്ടായ്മ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ഞങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് ഇനിയുള്ള നാളുകളിലും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആയിരങ്ങൾക്ക് വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ. ഈ 100ാമത്തെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി. കഴിഞ്ഞ 99 പ്രാർത്ഥനയിലും അങ്ങ് ഞങ്ങളോട് കൂടിയിരുന്നു. ഈ 100ാമത്തെ പ്രാർത്ഥനാ ദിവസത്തിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച മീഡിയ, ഇതിൻ്റെ പുറകിൽ പണം മുടക്കാൻ ഞങ്ങളെ സഹായിച്ച ഓരോ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും പ്രതിഫലം ഒരുപോലെ പങ്കിട്ട് കൊടുക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. കേൾക്കുന്നവർക്കിത് കൃപയാകട്ടെ, സൗഖ്യമാകട്ടെ, സമാധാനമാകട്ടെ. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. തുടർമാനമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കൂട്ടായ്മ തരുന്നത്. ഇനിയും നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. And I
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവൻ്റെ ആമീത ബലത്തിലും ശക്തിപ്പെടുവിൻ. പൗലോസ് പല ഉപദേശങ്ങളും ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും നേതാക്കന്മാരോടും അതുപോലെ മക്കളോടും അധികാരികളോടും എല്ലാം പറഞ്ഞ ശേഷം പൗലോസ് തൻ്റെ എഫേസ്യ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഒടുവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ ശക്തനാക്കുന്ന കർത്താവിൻ്റെ ശക്തിയിൽ, കർത്താവിൻ്റെ അമിത ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടണം. എന്നിട്ട് പറയുകയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. അപ്പം എതിർത്ത് നിൽക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവം നമുക്ക് തന്ന സർവായുധ വർഗം ധരിക്കണം. എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർക്കണം. പിശാച് കൊണ്ടുവരുന്ന എല്ലാറ്റിനെയും നാം എതിർക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർക്കണം. നാം എതിർക്കുമെന്ന് അറിയുമ്പോൾ പിന്നെ അത് രണ്ടാമത് നമ്മോട് അടുക്കില്ല. പാപമാണെങ്കിലും യൗവനക്കാരായ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അടുക്കൽ തെറ്റായ കാര്യങ്ങളുമായി വരുന്ന ഓരോ കാര്യത്തെ നിങ്ങൾ ചെറുക്കണം. ആദ്യം തന്നെ ചെറുത്താൽ അത് പിന്നെ നമ്മുടെ അടുക്കൽ വരില്ല. അങ്ങനെയുള്ള വ്യക്തികൾ അതുകൊണ്ട് നമ്മുടെ അടുക്കൽ വരില്ല.
എന്നാൽ അവരോ എന്നാ ഓർക്കും, അവരെ പിണക്കണ്ട, നാളെ അത് നിങ്ങൾക്ക് ദോഷമാകും. തെറ്റായ കാര്യങ്ങളെ നമ്മൾ നേരിടണം. തെറ്റാണ്. എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. അതിന് ദൈവം ജ്ഞാനം തരും. പ്രശ്നം, പിശാച് കൊണ്ടുവരുന്ന പ്രശ്നത്തെ, ആ പദ്ധതിയെ എതിർത്താൽ മതി. അതിൽ പിശാച് കരുവാക്കുന്നവരോട് നമുക്ക് എതിർപ്പുണ്ടാകരുത്. അവർ പാവങ്ങളാണ്, അവരിത് അറിയുന്നില്ല. ഇതിൻ്റെ പുറകിലെ ശക്തിയോടാണ്, ആ തന്ത്രത്തോടാണ് എതിർക്കേണ്ടത്. അതിൽ കരുവായിപ്പോയ പാവങ്ങളോടല്ല നമുക്ക് വൈരാഗ്യം. അവരെ നമ്മൾ വെറുക്കരുത്. അതിൻ്റെ പുറകിലുള്ള പിശാചിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ ദൈവം നമുക്ക് ജ്ഞാനവും അമിതമായ കൃപയും നൽകിത്തരും. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അവിടെ വായിക്കുന്നു, നമുക്ക് എതിർക്കേണ്ടത് മനുഷ്യരോടല്ല. അവർ സാധുക്കളാണ്, അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. ജഡരക്തങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, ദൈവത്തെ ഇതുവരെ മനസ്സിലാകാത്ത, സത്യത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ പാർക്കുന്നത്. അപ്പോൾ ജഡരക്തങ്ങളുമായിട്ട് നമുക്ക് ഈ സമൂഹത്തിലൊരു ജീവിതം വേണം. അവരുടെ തെറ്റുകളെ എല്ലാം നമ്മൾ എതിർക്കരുത്. അവരിലൂടെ നമ്മിലേക്ക് വരുന്ന പിശാചിൻ്റെ പദ്ധതികളെ നമ്മൾ എതിർത്താൽ മതി. അവരെ വെറുക്കരുത്. അവരെ നാം നേടണം, അവരെ സ്നേഹിക്കണം, അവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ജഡരക്തങ്ങളോട് നമുക്ക് ഒരു യുദ്ധവുമില്ല. നമ്മുടെ വീടുകളിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവർക്ക് ഈ സത്യം അറിയില്ല, അവരുടെ ഹൃദയം തുറന്നിട്ടില്ല. അപ്പോൾ ഹൃദയം തുറന്ന പുതിയ സൃഷ്ടികളായ നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ അവരുടെ മുൻപിൽ നമ്മൾ ക്ഷമയോടെ നല്ല മാതൃകയായിരിക്കണം. അവരുടെ മുമ്പിൽ നല്ല ഒരു മാതൃക ജീവിതം നമ്മൾ കാഴ്ചവെക്കണം. നമ്മൾ അവരോട് ക്ഷമിക്കണം. അവരെ സ്വാധീനിച്ചിരിക്കുന്നത് പൈശാചിക ലോകമാണ്. നമ്മെ വിടുവിച്ചത് കർത്താവിൻ്റെ ശക്തിയാണ്. കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ജ്ഞാനവും കർത്താവിൻ്റെ കൃപയുമുള്ള നാം അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് നാം അവരോട് ക്ഷമിക്കണം. അവരോട് നാം യുദ്ധം ചെയ്യരുത്, അവരോട് നാം എതിർക്കരുത്. എന്നാൽ അവരെ കൈവശമാക്കി വച്ചിരിക്കുന്ന ഒരു പൈശാചിക സാമ്രാജ്യമുണ്ട്. അവരെ മദ്യത്തിനും മയക്കുമരുന്നിനും ചീത്ത സ്വഭാവങ്ങൾക്കും ദേഷ്യ സ്വഭാവങ്ങൾക്കും ജഡീക സ്വഭാവങ്ങൾക്കും അടിമകളാക്കി വെച്ചിരിക്കുന്ന അടിമ നുകത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിക്കാൻ കഴിയും. എന്തെല്ലാം ആയുധം ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിടുവിക്കാം, അവരുടെ പുറകിലുള്ള ശക്തിയെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാം, അത് നമ്മൾ വായിക്കുന്നു. 13-ാം വാക്യം, നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലത് സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ആദ്യം പറഞ്ഞു ധരിച്ചുകൊള്ളുവിൻ, രണ്ടാമത് പറയുന്നു എടുത്തുകൊള്ളുവിൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനെ എടുക്കണം. ദൈവം തന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ സർവായുധ വർഗം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. കാരണം നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെന്നും ഈ ലോകത്തിൽ ഉപദ്രവങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വിലപ്പെട്ട മക്കളായ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം നമുക്ക് തന്ന സർവായുധ വർഗത്തെക്കുറിച്ച് പറയുന്നത് 14-ാം വാക്യത്തിൽ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. അരയിൽ ആദ്യം സത്യം. സത്യം എന്നുള്ളത് ദൈവവചനത്തിലെ വെളിപ്പാടാണ്. പീലാത്തോസ് പോലും ചോദിച്ചു, എന്താണ് സത്യം? സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നെന്ന് യേശു പീലാത്തോസിനോട് പറഞ്ഞു. ആ നാട്ടിലെ നാടുവാഴിക്കാരനോട് എന്താണ് സത്യം? സത്യത്തിൽ ജീവിക്കാത്ത, സത്യമില്ലാത്ത ഒരു സമൂഹത്തിലാണ്, ചതിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് അരയ്ക്ക് സത്യം എന്ന് പറഞ്ഞാൽ അരക്കച്ച കെട്ടുക, അതായത് നമ്മെ നേരെ നിർത്തുന്നത് ഈ ബെൽറ്റാണ്. പട്ടാളക്കാർ വലിയ ബെൽറ്റ് കെട്ടും. ആ ബെൽറ്റ് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും തോക്കും പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടാം, യുദ്ധം ചെയ്യാം. അരയ്ക്ക് സത്യം, അതായത് വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് വേണം.
ബൈബിളിൽ പറയുന്ന ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ എടുക്കാതെ അതിൻ്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കാനുള്ള കൃപ വേണം. അറുക്കാനുള്ള ആടുകളെ പോലെ എന്നെ എണ്ണിയെന്ന് ഷണ്ണൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്യോപ്യയിലെ മന്ത്രി രഥത്തിലിരുന്ന് വായിക്കുമ്പോൾ അവനത് മനസ്സിലായില്ല. അതിനകത്തൊരു സത്യമുണ്ട്. എന്താണ്? രോമം കത്തിരിക്കുന്നവരിടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. ആ വാക്യം മനസ്സിലായി, അതിൻ്റെ അർത്ഥവും മനസ്സിലായി. എന്താണ്? അറുക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണി. അപ്പൊ രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. ഈ സത്യം വെളിപ്പെടുത്താൻ, ഇതിൻ്റെ വെളിപ്പാട് പറയാൻ ഒരു ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ നിർജ്ജന സ്ഥലത്തോട്ട് ചെല്ലണം, അവിടെ ഒരുവൻ വരും, അവൻ്റെ കൂടെ അങ്ങോട്ട് കയറിക്കോ, അവൻ ഈ സത്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് വേദപുസ്തകത്തിലെ സത്യങ്ങളെ വെളിപ്പെടുത്താൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ഫിലിപ്പോസ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഭാഗം തന്നെ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ ഷണ്ണം പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്ത് വിരോധം? ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ണനെ, മന്ത്രിയെ സ്നാനപ്പെടുത്തി. പിന്നെ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവനെ ആ മരുഭൂമിയിൽ ആരും കണ്ടില്ല. ഷണ്ണനും പട്ടാളക്കാരും നോക്കുമ്പോൾ ഫിലിപ്പോസിനെ കാണാനില്ല. ഫിലിപ്പോസ് ഒരു ദൈവദൂതനെ പോലെ അപ്രത്യക്ഷമായി. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ മറ്റുള്ളവർക്ക് ഈ സത്യം തിരിച്ചു കൊടുക്കുന്ന മനുഷ്യരെ ദൈവം തൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കും. ഷണ്ണന് സ്വന്തമായിട്ട് തേരുണ്ടാകും. എന്നാൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലാണ് സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെ ദൈവം കയ്യിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ അവനെ അസ്തോദിൽ 42 കിലോമീറ്റർ അകലെ കണ്ടെന്നാണ്. അപ്പോൾ അവിടം വരെ എത്താൻ ഫിലിപ്പോസിന് 1 സെക്കൻഡ് പോലും സമയം വേണ്ടി വന്നില്ല. ഷണ്ണൻ ഈ വലിയ സൈന്യത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് ദിവസങ്ങളെടുക്കും തൻ്റെ നാട്ടിലെത്താൻ. ഫിലിപ്പോസ് 1 സെക്കൻഡിന് താഴെയുള്ള സമയം കൊണ്ട് കണ്ണടച്ച് തുറക്കുമ്പോൾ ഫിലിപ്പോസ് 42 കിലോമീറ്റർ അപ്പുറത്ത്, മൈലുകളുള്ള അപ്പുറത്ത് മറ്റൊരു രാജ്യത്തെത്തി. ഇതാണ് കർത്താവ്. അതായത് സത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ മറ്റുള്ളവരെ കൂടി ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നവരുടെ കൂടെ കർത്താവ് നിൽക്കും. കർത്താവിൻ്റെ ആ അമിത ബലം കൂടുതൽ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ ഈ ജഡരക്തങ്ങളുടെ പുറകിൽ, നമ്മുടെ ബന്ധങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ നമുക്ക് നേരിടുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് വചനത്തിൻ്റെ സത്യം അറിയണം. ദൈവവചനം അറിയാത്തവർ ആടി ഉലഞ്ഞു പോകും. മെനെ തെക്കേൽ ഊഫർസീൻ എന്ന് ഒരു രാജാവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു ചുവരെഴുത്ത് വന്നു. ദാനിയേൽ പ്രവാചകന്റെ കാലത്ത്, ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. ദൈവം നിന്റെ രാജ്യത്തെ എണ്ണി നിന്നെ കുറ്റമുള്ളവനായി കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ദാനിയേൽ വന്നത് വ്യാഖ്യാനിച്ചു. ഈ എഴുത്ത് കണ്ടു. ആ രാജാവിൻ്റെ ഏപ്പാടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ബേൽഷസ്സർ രാജാവായിട്ട് ഏപ്പാടിപ്പോയി. അതായത് നിൽക്കാൻ പറ്റുന്നില്ല, അവൻ ആടിപ്പോയി, കുലുങ്ങിപ്പോയി ആ എഴുത്ത് വായിച്ചപ്പോൾ. എന്നാൽ വേദപുസ്തകത്തിൽ എഴുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഏപ്പ് ഉറപ്പുള്ളതായി മാറുകയാണ്. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ നാളെയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഈ സത്യങ്ങളാണ് നമ്മുടെ അരയെ ഉറപ്പിക്കുന്നത്. മറ്റു ചില എഴുത്തുകൾ, ന്യായവിധിയുടെ എഴുത്തുകൾ അവരെ കുലുക്കിക്കളഞ്ഞു. പ്രശ്നങ്ങൾ, ചില വാർത്തകൾ അനേകരെ കുലുക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മെ ഉറപ്പിക്കുകയാണ്. ഞാൻ ദൈവ പൈതലാണ്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, ഞാനൊരു വൻ വിജയമാണ്, എന്നെ യേശു തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എനിക്ക് പരാജയപ്പെടാൻ സാധ്യമല്ല. എന്തെല്ലാം സത്യങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് അറിയണം, എന്നെക്കുറിച്ച് ഞാൻ നല്ലവണ്ണം അറിയണം. ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുപ്പാണ്, കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. ഈ അന്ത്യകാലത്ത് ജാതികൾക്ക് പ്രകാശമായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പറക്കും. ഈ ലോകത്തിൽ ഒതുങ്ങുന്നവനല്ല ഞാൻ, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഇങ്ങനെയുള്ള സത്യങ്ങൾ കൊണ്ട് ഒരു ദൈവ പൈതൽ നിറഞ്ഞു നിന്നാൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ലോകത്തിൻ്റെ സ്വാധീനങ്ങളെയെല്ലാം അവൻ പൊളിച്ചു കളയും. ഈ ലോകത്തിൽ ആർക്കും അവനെ വശീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ജോസഫിന് അവൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ നിസ്സാരമായിട്ട് നേരിടാൻ കഴിഞ്ഞു. ആ സ്ത്രീ കൊണ്ടുവന്ന വഞ്ചനയുടെ പെരുമാറ്റം അവൻ തോൽപ്പിച്ചു കളഞ്ഞു. അവനതിനെ കീഴടക്കി. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു.
അതുകൊണ്ട് കുറേ ജയിൽ വന്നെങ്കിലും ആ ജയിൽ അവന് പ്രമോഷനായി മാറി. നാം സത്യത്തിന് വേണ്ടി നിന്നിട്ട് വരുന്ന എല്ലാ ശിക്ഷകളും നമുക്ക് അനുഗ്രഹമായി മാറും. സത്യം ചെയ്താലും ഛേദം വന്നാലും മാറാത്തവനെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ. സത്യത്തിന് വേണ്ടി ജീവിച്ച് നഷ്ടങ്ങൾ വന്നാലും മാറാതെ നിൽക്കണം. അതുകൊണ്ട് നമ്മുടെ ആരെയിൽ എപ്പോഴും സത്യമുണ്ടോ നമ്മളെല്ലാ പ്രശ്നങ്ങളെയും എതിർത്ത് തോൽപ്പിക്കും. സാഹചര്യങ്ങളെല്ലാം നമ്മൾ ജയിക്കും. അതിനുള്ള കൃപ യേശു കർത്താവ് തരട്ടെ. ഈ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയണം, ബൈബിൾ വായിക്കണം, ബൈബിളിലെ സത്യങ്ങൾ അറിയണം, ആയിരങ്ങളോട് പറയണം. നമ്മുടെ വിളി അതാണ്. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനായി ഞങ്ങളെ വേർതിരിച്ചു. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി, മക്കളാക്കി, അവകാശികളാക്കി, പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ ശക്തന്മാരാക്കി. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അധികം തരുവാൻ ഞങ്ങളിൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും ജയകരമായി നടത്തുന്നു. ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ വചനത്താൽ നേരിട്ട് പ്രശ്നങ്ങളെ തോൽപ്പിക്കാനുള്ള ശക്തി, അരയ്ക്ക് സത്യം, ജീവിതത്തിൽ സത്യമുള്ളവരായി എഴുന്നേറ്റ് നില ഉറപ്പിച്ച് പ്രശ്നങ്ങളുടെ നേരെ നിൽക്കാനുള്ള തൻ്റെ ഇടം ഈ മക്കൾക്കുണ്ടാകട്ടെ. സൗഖ്യവും വിടുതൽ ഇവർക്കുണ്ടാകട്ടെ. ഏത് വിഷയത്തെയും നിസ്സാരമായി ദൈവവചന വെളിപ്പാടിനാൽ അവർ നേരിടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് പ്രാർത്ഥനയിൽ കൂടി വരാം. ഇന്ന് രാവിലെ 10:30 നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.